നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വാട്ടർ അതോറിറ്റിയുടെ മുളയം പമ്പ് ഹൌസിന്റെ വാട്ടർ ടാങ്കിൽ കോളിഫോം ബാക്ടീരിയയുടെ നേരിയ സാന്നിധ്യമുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരളയുടെ 16ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരള സംഘടിപ്പിച്ചു. രാജ്യസ്നേഹവും ദേശീയ പതാകയോടുള്ള ആദരവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരംഗ ബൈക്ക് യാത്ര നടത്തി. ദേശീയപാത 544 വഴക്കുംപാറ മേൽപ്പാലത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് KM പൗലോസിന്റെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലെത്തി കളക്ടർ ശിഖ സുരേന്ദ്രനെ നേരിട്ട് കണ്ട് നിവേദനം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. പേരക്കേട്ട് വാറ്റിയ ശുദ്ധമായ വാറ്റുചാരായമെന്ന അവകാശവാദം കയ്യോടെ പിടികൂടി എക്സൈസ് ഉദ്യോഗസ്ഥർ. ഓപ്പറേഷൻ തണ്ടർ 10 ലിറ്റർ ചാരായവും 1200 ലിറ്റർ വാഷും പിടികൂടി. മുളയം കേരള എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെയും ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെയും ഭാഗമായി നടത്തിയ പരിശോധനയിൽ മുളയത്ത് നിന്ന് 10 ലിറ്റർ ചാരായവും 1200 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. സംഭവത്തിൽ കൊട്ടിലംപറമ്പ് ഇളയടത്ത് നിതിൻ 29 എക്സൈസ് സംഘം പിടികൂടി. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. വീടിന് സമീപത്തുള്ള ഷെഡിലാണ് ഇയാൾ വാറ്റിയിരുന്നത്. ആദ്യം ചാരായത്തിന് ആവശ്യക്കാർ എന്ന വ്യാജേനയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇയാളെ സമീപിച്ചത്. വിലയും ബാക്കി കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ചതിന് ശേഷം എക്സൈസ് സംഘത്തിലെ മറ്റു ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ എത്തുകയായിരുന്നു. പേരക്കിട്ട് വാറ്റിയ ശുദ്ധമായ ചാരായമാണ് തന്റേതെന്നായിരുന്നു ഇയാളുടെ അവകാശവാദം. എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയിലെ എക്സൈസ് ഇൻസ്പെക്ടർ N സന്തോഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VM ജബ്ബാർ, KN സുരേഷ്, തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MP പ്രവീൺകുമാർ, KS ഗിരീഷ്, NR രാജു, കൃഷ്ണപ്രസാദ്, പ്രിവന്റീവ് ഓഫീസർ സിജോമോൻ, നിതിൻ മാധവ്, CEOമാരായ NR ഷാജിദ്, അനൂപ് ദാസ്, WCEO NK സിജ, എക്സൈസ് ഡ്രൈവർ TR ഷാജു എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അതിൽ വെയിറ്റ് ഉള്ളത് കൊണ്ട് ഒക്കണ്ടേ. കേരള എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഇന്നേ ദിവസം തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ താലൂക്ക് മുളയം വില്ലേജ് കൊട്ടിലംപറമ്പ് പ്രദേശത്ത് വെച്ച് തൃശൂർ താലൂക്ക് കൊട്ടിലംപറമ്പ് മുളയം വില്ലേജ് ഇളയടത്ത് വീട്ടിൽ കൃഷ്ണൻകുട്ടി മകൻ നിതിന്റെ ആൾതാമസമില്ലാത്ത ഷെഡിൽ നിന്നും 1200 ലിറ്റർ വാഷും അതുപോലെ 10 ലിറ്റർ ചാരായവും അടക്കം വാറ്റുപകരണം അടക്കം അറസ്റ്റ് ചെയ്ത് തൃശൂർ എക്സൈസ് റേഞ്ച് കേസ് എടുത്തിട്ടുള്ളതാണ്. തുടർന്നും വ്യാജ വാറ്റിനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതാണെന്നും അറിയിച്ചു. വരുന്ന സമയത്ത് ആള് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് എത്തിയത്. അപ്പൊ ആ സമയത്ത് മാറ്റുന്ന നടപടികളായിരുന്നു. അതെ അതെ, അത് രണ്ടുപേര് വേഷമായിട്ടായിരുന്നു. അതൊരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആദ്യം മഫ്റ്റി പാർട്ടി വരികയാണ് ഉണ്ടായത്. വരുമ്പോ ഇവര് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതാക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ യൂണിഫോം പാർട്ടി കേസെടുക്കുകയും ചെയ്യണം. കേരള വാട്ടർ അതോറിറ്റിയുടെ മുളയം പമ്പ് ഹൌസിന്റെ വാട്ടർ ടാങ്കിൽ കോളിഫോം ബാക്ടീരിയയുടെ നേരിയ സാന്നിധ്യമുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. നാട്ടുകാരിൽ നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റിയുടെ തൃശൂർ ഓഫീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വെള്ളം പരിശോധിക്കുകയും നിലവിൽ വെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം ഇല്ലെന്നും കണ്ടെത്തി. മാത്രമല്ല, കൃത്യമായ അളവിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തിയാണ് കുടിവെള്ളം പമ്പ് ചെയ്യുന്നതെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ മറുപടി നൽകി. വർഷങ്ങൾക്ക് മുൻപ് കുന്നിൻ മുകളിലായി സ്ഥാപിച്ച വാട്ടർ ടാങ്ക് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ
എത്രയും പെട്ടെന്ന് തന്നെ ശുചീകരണം നടത്തണമെന്നും ടാങ്കിന്റെ കേടുപാടുള്ള സ്ലാബ് മാറ്റി പുതിയ സ്ലാബ് നിർമ്മിക്കണമെന്നും നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന ഷാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത ജനാർദ്ദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്നി വർഗീസ്, ജിജി ജോയ്, മോനിഷ പ്രതീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, പൊതുപ്രവർത്തകൻ അജിത്ത് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. അതിനെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കണക്ട് ചെയ്യണം. ഇത് താഴെ വെച്ചിട്ട് അത്രയും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ 60 HP മോട്ടർ താഴെ വെച്ച് കണക്ട് ചെയ്ത് ഈ പൈപ്പ് മുഴുവൻ കൊടുക്കുന്നു. ഇപ്പൊ ചെയ്യുന്ന കാര്യം തന്നെ നേരെ പമ്പിംഗ് ലൈനിൽ നേരെ കൊടുത്തു കഴിഞ്ഞാൽ പൈപ്പുകളൊക്കെ വളരെ പഴയതാണ്. AC പൈപ്പ് അല്ലാതെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി പൊട്ടാൻ സാധ്യത കൂടുതലാണ്. എന്നാലും ഈ പ്രശ്നങ്ങൾ കാരണം അവരെ എത്രയും പെട്ടെന്ന് ഈ കണക്ഷൻ മാറ്റി കൊടുക്കണം. അതായത് അതിലേക്ക് കയറ്റാൻ തന്നെ പമ്പിംഗ് ലൈനിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ലൈനിലേക്ക് കൊടുക്കണം. ഈ ടാങ്കിൽ കൂടെ വെള്ളം കൊടുക്കണില്ല എന്നുള്ള ക്ലിയർക്കാം. ഇനിയിപ്പോൾ അടുത്ത് നമ്മളിപ്പോൾ ടാങ്ക് പിടിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇപ്പം തന്നെ ഈ താഴെയുള്ളൊരു ടാങ്ക് സമ്പിൽ ശേഖരിക്കണം എന്ന് പറഞ്ഞില്ലേ, പ്രഷർ ഫിൽറ്ററിൽ നിന്നുള്ള നല്ല വെള്ളത്തിന് സമ്പിൽ എന്തിനാ ചാടിക്കുന്നത് അറിയും? ക്ലോറിൻ ഗ്യാസ് ആഡ് ചെയ്യാനാണ് അതിൽ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മളല്ലെങ്കിൽ നേരെ പ്രഷർ ഫിൽറ്ററിലുള്ള വെള്ളം ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൊടുക്കാതെ ചിലപ്പോൾ ഈ ക്ലോറിൻ ഗ്യാസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് പകരം നമ്മൾ ക്ലോറിൻ ഡോസിങ് ലിക്വിഡ് അങ്ങനെയുള്ള സാധനമാണ് ഈ ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്നത്. നമ്മൾ ഓടുന്ന വെള്ളത്തിലേക്ക് ഗ്യാസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ക്ലോറിൻ ലിക്വിഡ് ആഡ് ചെയ്യുന്ന ഒരു സാധനവും പിന്നെ ഇതിന് പൈപ്പ് ലൈൻ മാറ്റിയിടണമല്ലോ. ഇത് രണ്ട് കണക്ട് ചെയ്യാൻ ഒരു 40 മീറ്റർ DA പൈപ്പൊക്കെ കൂടിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ആ കോൺട്രാക്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പെട്ടെന്ന് ഓണത്തിന് മുമ്പ് തന്നെ ഇത് ചെയ്യാൻ പറഞ്ഞു. ഇത് ക്ലോറിൻ ഡോസിന് വരാൻ ഇത്തിരി സമയം പിടിക്കും. പിന്നെ ഇത് സെറ്റാവുമോ നമുക്ക് അറിയില്ലല്ലോ. കാരണം ഇതിൽ പൈപ്പ് പൊട്ടുമോ എന്നാൽ ഇങ്ങനെ മുകളിൽ ഇത്രയും നാളുണ്ടായിരുന്ന സാധനം പെട്ടെന്ന് പിന്നെ നേരിട്ട് 60 HP മോട്ടർ ഇതിലേക്ക് അടിക്കുമ്പോൾ പൈപ്പൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അത് നോക്കിയിട്ട് അടുത്ത 2 ആഴ്ചക്കകം ആ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് അത് മാറ്റും. നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പോയി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ കരാറുകൾ കഴിഞ്ഞിട്ട് ടെൻഡർ നടപടികൾ കഴിഞ്ഞ് ആ ടാങ്കിൻ്റെ ഭാഗത്തെ സ്ലാബുകൾ പൊളിച്ചു മാറ്റി പുതിയ സ്ലാബ് വാർക്കും. ടാങ്കിന് ബലസായൊന്നുമില്ല. അപ്പോൾ പുതിയ മുകളിലായിട്ട് പുതിയ സ്ലാബ് വാർത്ത് ജനങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായ വെള്ളം ലഭിക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ടാങ്കിൻ്റെ പരിസരം പൂർണ്ണമായും വൃത്തിയാക്കുന്നത് അതിപ്പോൾ 3-4 മാസത്തോടു കൂടി വൃത്തിയാക്കാവുന്നൊരു പരിപാടി കൂടി നമ്മൾ അതോടൊപ്പം തന്നെ കോളിഫോം ബാക്ടീരിയയുടെ ഒരു വാർത്തയുണ്ടായിരുന്നു. അതിൽ ഈ കോളിൻ തീരെ ഇല്ല എന്നതാണ് നമ്മളിപ്പോൾ പരിശോധനയിൽ തെളിഞ്ഞത്. അപ്പോൾ അത് ജനങ്ങൾക്ക് വലിയ ദോഷം ഇപ്പോൾ ഉണ്ടാവില്ല എന്തായാലും. അത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം കൂടി നമ്മൾ ശുദ്ധമായ ജലം ജനങ്ങൾക്ക് എത്തിക്കുക അതിനുള്ള പരിപാടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നമ്മുടെ വാട്ടർ അതോറിറ്റി ഇപ്പോൾ പൂർണ്ണമായും നമ്മളോടൊപ്പം സഹകരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗതയിലാക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരളയുടെ 16ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരള സംഘടിപ്പിച്ചു. ഓണേഴ്സ് ഗിൽഡ് വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ, ക്രിക്കറ്റ് ടൂർണമെന്റ് കുട്ടനെല്ലൂർ ടർഫിൽ വെച്ച് നടന്നു. മുൻ സന്തോഷ് ട്രോഫി KSCB താരവും കൂടിയായ PV സന്തോഷ് ടീം അംഗങ്ങളെ പരിചയപ്പെട്ട് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരെയുള്ള സന്ദേശവും വിജയിക്കുള്ള സമ്മാനദാനവും അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഒല്ലൂർ സബ് ഡിവിഷനിലെ ബെന്നി KP നിർവഹിച്ചു. യോഗത്തിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി ഷിജോൺ അലൻജീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് റാഫി ഫിനിക്സ് അധ്യക്ഷത വഹിച്ചു. ഷാജി വർഗീസ്, ബാബുരാജ്, ജൂബി ജോസ്, ബെന്നി നീലങ്കാവിൽ, മേജോ ജോൺ എന്നിവർ പ്രസംഗിച്ചു. പ്രോഗ്രാം മെഡിക്കൽ പാർട്ട്ണർ അശ്വിനി ഹോസ്പിറ്റൽ തൃശൂർ ആയിരുന്നു. മടി കൂടാതെ ഷെയർ ചെയ്യാനായിട്ട് പോലീസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ആളുകളോട് ഷെയർ ചെയ്യണം. കാരണം ഈ വിപത്തിനെ നമുക്ക് ഒത്തൊരുമിച്ച് കൂട്ടായി നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ നശിക്കുന്നൊരവസ്ഥ വരും. മദ്യമല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡ്രഗാണ്. ഡ്രഗ് എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് സിന്തറ്റിക് ഇപ്പോൾ വെള്ളം വരുമ്പോൾ നമ്മൾക്കൊരു ചിന്തയുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളൊരു അനുഭവമായിരിക്കാം. അതായത് പോലീസിനോ അല്ലെങ്കിൽ എക്സൈസിനോ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ടും പോലീസ് നേരെ അവരോട് പറയും. അവരത് എന്ത് ചെയ്യും, നമ്മൾക്കെതിരെ തിരിയും എന്നുള്ളത്, ഒറ്റിക്കൊടുക്കും എന്നുള്ളത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്തെ പോലീസ് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ഗവൺമെൻറ് എംപ്ലോയീസ് ആരും തന്നെ അങ്ങനെ ഒറ്റിക്കൊടുത്തിട്ട് പൈസ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇതറിയില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വിളിക്കും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഭാര്യനെ അടിക്കുന്നൊരു ഭർത്താവിനെ ആരും അതുമാതിരി നിങ്ങളുടെ ഈ ക്ഷണം നിങ്ങൾ സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ACP ബെന്നി സാറ്, അതേമാതിരി നിങ്ങളുടെ ഒഫീഷ്യൽസ്, സച്ചിൻ ടെണ്ടുൽക്കറുടെ അല്ലെങ്കിൽ നമ്മുടെ സഞ്ജു സാംസന്റെ ഒക്കെ പേര് നിലനിർത്തുന്ന രീതിയിലുള്ള മനോഹരമായ ആ ഫസ്റ്റ് കളിയിലെ മാൻ ഓഫ് ദി മാച്ച്. സെക്കൻഡ് ഏറെ സ്നേഹത്തോടെ മൂന്നാം മത്സരത്തിലെയും മാൻ ഓഫ് ദി മാച്ച് ആയി രാജ്യസ്നേഹവും ദേശീയ പതാകയോടുള്ള ആദരവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരംഗ ബൈക്ക് യാത്ര നടത്തി. അയ്യന്തോൾ അമർ ജവാൻ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. 2022 രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ഹർക്കർ തിരംഗ ക്യാമ്പയിനിൽ നിന്ന് ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന ജനകീയ ദേശീയ ആഘോഷങ്ങളിലൊന്നായി മാറിയതായി സുരേഷ് ഗോപി പറഞ്ഞു. ദേശീയ പതാകയോടുള്ള ആദരവും രാജ്യസ്നേഹവും ഓരോ വീടുകളിലേക്കും എത്തിക്കുകയെന്നത് ക്യാമ്പയിന്റെ ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മേഖലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, സുജയ് സേനൻ, PK ബാബു, പ്രിന്റു മഹാദേവ് തുടങ്ങിയവർ സംസാരിച്ചു. ആയിരക്കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെ നഗരത്തിലൂടെ സഞ്ചരിച്ച റാലി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലെത്തി. ഇവിടെ 75 മീറ്റർ നീളമുള്ള ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തകർ ആഘോഷത്തിൽ പങ്കെടുത്തു. ഭാരതാംബയ്ക്കൊപ്പമാണ് സുരേഷ് ഗോപി ബൈക്ക് യാത്രയുടെ ഭാഗമായത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് മേനോത്ത് പറമ്പിൽ, ഡോക്ടർ V ആതിര, സബീഷ് മരതയൂർ, ജില്ലാ ട്രഷറർ വിജയൻ മേപ്പറത്ത്, ജില്ലാ മീഡിയ കൺവീനർ ദിനേഷ് കുമാർ കരിപ്പേരിൽ, ജില്ലാ സെക്രട്ടറിമാരായ റോഷൻ NR, മുരളി കുളങ്ങാട്, പ്രവീൺ P, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത്, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് മനോജ് നെല്ലിക്കാട്, കൗൺസിലർമാരായ രഘുനാഥ് C മേനോൻ, പൂർണിമ സുരേഷ്, വിൻഷി അരുൺകുമാർ, അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, പത്മിനി ഷാജി, വിനോദ് കൃഷ്ണ, മണ്ഡലം പ്രസിഡന്റുമാരായ വിപിൻ ഐനിക്കുന്നത്ത്, അശ്വിൻ വാര്യർ, ജാൻസി EP, ഹാരിഷ് മാസ്റ്റർ, സേവ്യാർ പള്ളത്ത്, പ്രിയ അനിൽ, നിമേഷ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ദേശീയപാത 544 വഴക്കുംപാറ മേൽപ്പാലത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പാണച്ചേരി മണ്ഡലം പ്രസിഡന്റ് KM പൗലോസിന്റെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലെത്തി കളക്ടർ ശിഖ സുരേന്ദ്രനെ നേരിട്ട് കണ്ട് നിവേദനം നൽകി. ദേശീയപാത 544 വഴക്കുംപാറ മേൽപ്പാലത്തിൽ നിലവിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്തത് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും വലിയ ബുദ്ധിമുട്ടും സുരക്ഷാ ആശങ്കയും സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. എന്നും രാത്രികാലങ്ങളിൽ മേൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വെളിച്ചമില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നും ദേശീയപാതയിലെ വാഹനങ്ങളുടെ വലിയ തിരക്കും ഉയർന്ന വേഗതയും കണക്കിലെടുക്കുമ്പോൾ ഈ പ്രദേശത്ത് മതിയായ തെരുവുവിളക്കുകൾ അടിയന്തരമായി സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ദേശീയപാത 544 വഴക്കുംപാറ മേൽപ്പാലത്തിൽ അടിയന്തരമായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൃശൂർ ജില്ലാ കളക്ടർക്ക് DCC ജനറൽ സെക്രട്ടറിയും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KC അഭിലാഷും കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൗലോസ്, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷിജോ P ചാക്കോ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG ബേബി തുടങ്ങിയവർ ചേർന്ന് നിവേദനം നൽകിയത്. കുതിരാനിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് കളക്ടർ സ്ഥലത്തെത്തിയപ്പോൾ പ്രദേശത്തെ വഴിവിളക്കുകളെക്കുറിച്ചുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്നും ഇതിനുശേഷമാണ് കളക്ടറേറ്റിലെത്തി കളക്ടറെ നേരിൽ കണ്ട് നിവേദനം നൽകിയതെന്നും വിഷയം അന്നുതന്നെ ദേശീയപാത അതോറിറ്റിയെയും കരാർ കമ്പനിയെയും അറിയിച്ചിട്ടുണ്ട് എന്നും ഉടനെ അടിയന്തരമായി തന്നെ പ്രദേശത്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കുന്ന നടപടികൾ ഉണ്ടാകുമെന്നും കളക്ടർ ഉറപ്പ് നൽകിയതായും കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൗലോസ് പറഞ്ഞു. ദേശീയപാത 544 വഴുക്കുംപാറ പ്രദേശത്ത് മേൽപ്പാലത്തിൽ വഴിവിളക്കുകൾ ആവശ്യപ്പെട്ട് NHAIക്കും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും ഒരു മാസം മുമ്പ് പരാതി നൽകിയിരുന്നു. പരാതിക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയും ഉണ്ടായില്ല എങ്കിലും കഴിഞ്ഞ ദിവസം
കുതിരാൻ മേഖലയിൽ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് കളക്ടർ സന്ദർശിക്കാനെത്തിയപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് തുടർന്ന് ഈ നടപടികൾ കൈക്കൊള്ളാൻ ശുപാർശ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇത് നടപ്പാകാത്തതിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും DCC ജനറൽ സെക്രട്ടറി ശ്രീ KC അഭിലാഷും കർഷക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ KM പൗലോസും കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷിജോ P ചാക്കോ, കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം PG ബേബി എന്നിവരടങ്ങുന്ന സംഘം ഞങ്ങൾ നിവേദനം കൊടുക്കുകയും ആ നിവേദനത്തിന് ഉടനടി പരിഹാരമുണ്ടാക്കി തരാമെന്ന് ജില്ലാ കളക്ടർ ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ മേഖലയിൽ ഇങ്ങനെ ഒരു വഴിവിളക്ക് വരികയാണെങ്കിൽ അവിടെയുള്ള അപകട സാധ്യതകൾ ധാരാളമായി കുറയുകയും അവിടെയുള്ള ജനങ്ങൾക്ക് ആശ്വാസപ്രദമായി ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് ഇതിനോടനുബന്ധിച്ച് പറഞ്ഞുകൊള്ളട്ടെ. പരിശുദ്ധ മാർത്താ മറിയത്തിന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തൃശൂർ വലിയപള്ളി ത്രിവർണ്ണപ്രഭയിൽ പൗരസ്ത്യ കൽദായി സുറിയാനി സഭയുടെ ശക്തൻ തമ്പുരാൻ നിർമ്മിച്ചു നൽകിയ മാർത്തുമറിയം വലിയ പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഓർമ്മ പെരുന്നാൾ 3 ദിവസങ്ങളിലായി ആഘോഷിക്കും. ആഗസ്റ്റ് 13 വ്യാഴാഴ്ച രാവിലെ 7 വിശുദ്ധ കുർബാന, വൈകിട്ട് 5 സ്ലീവാരാധനയും നേർച്ച ആശീർവാദവും വിവിധയിനം പച്ചക്കറി വിത്തുകളുടെ സൗജന്യമായ വിതരണ ചെയ്യലും ഉണ്ടായിരിക്കും. തുടർന്ന് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം റവറൻ ഫാദർ വികാരി ഡേവിസ് തലോക്കാരൻ കശീശ നിർവഹിച്ചു. ആഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 7 വിശുദ്ധ കുർബാന, വൈകിട്ട് 5 റംശ പ്രാർത്ഥന, 7 ഭക്തി നിർഭരമായ മെഴുകുതിരി പ്രദക്ഷിണം. ആഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 7 പെരുന്നാൾ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി റവറൻ ഡേവിസ് തലോക്കാരൻ കശീശ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷവും പരിശുദ്ധ കന്യകാ മാർത്തുമറിയത്തിന്റെ നേർച്ച സമൂഹ സദ്യ ആശീർവാദവും ഉണ്ടായിരിക്കും. രാവിലെ 9 മുതൽ 1 വരെ ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ, സൗജന്യ നേത്രപരിശോധന, രക്തപരിശോധന, കേൾവി പരിശോധന, ദന്തരോഗനിർണയം, ആയുർവേദം, കേശദാനം എന്നീ ക്യാമ്പുകളും ഉണ്ടായിരിക്കുന്നതാണ്. അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതിന് സ്പോൺസറെ നിശ്ചയിച്ചത് ആവശ്യമായ പരിശോധനകൾ ഇല്ലാതെയും ചട്ടങ്ങൾ പാലിക്കാതെയുമെന്ന് കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്പോൺസറെ നിശ്ചയിച്ചത് രാഷ്ട്രീയ ബിസിനസ് താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിലൊന്നും പാലിക്കേണ്ടതായ നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല. നിലവിൽ ഈ വിഷയം അന്വേഷണ പരിധിയിലാണ്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള തർക്കങ്ങളുടെ ഫലമാണ് ഇപ്പോഴത്തെ വിവാദമെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതിലെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയില്ല. എന്നാൽ സംഘടനാ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തന്റെ പേഴ്സണൽ സ്റ്റാഫ് ഗതാഗത നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന നടപടികൾ നേരിടേണ്ടതെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി ജിനീഷ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി മാറുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നായിരുന്നു മറുപടി. അവരുടെ വാർത്ത കണ്ടിരുന്നു. IAS തലപ്പത്തെ പോരാണ് ഇത്തരമൊരു അന്വേഷണത്തിനും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലേക്കും എത്തിച്ചേരുന്നത്. ജയതിലകും ഈ പറയുന്ന പ്രശാന്തും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ട്? അതിനെപ്പറ്റിയൊക്കെ കൊണ്ടുപോകാൻ പിന്നെ ഒരു വകുപ്പിനകത്ത് ഫയല് കൈകാര്യം ചെയ്യേണ്ട രീതികളിൽ ഉണ്ടായിട്ടുള്ള തുടക്കം മുതലുള്ള പോരായ്മകളും അപാകതകളും കേരളം പോലെ ഒരു സംസ്ഥാനത്തിനകത്ത് ഫുട്ബോളിനെ ഇത്രയധികം ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയുടെ മുമ്പിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കണിക്കായ ഒരു ഫുട്ബോളറുടെ എല്ലാവിധ ഇമോഷണൽ ബോണ്ടിങ്ങിനെയും ദുരുപയോഗം ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് പോലും ആക്കാൻ സാധിക്കുമെന്നുള്ള അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തി കൊണ്ടുവരികയാണെങ്കിൽ അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ പോലും വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന രീതിയിലൊക്കെ ചിന്തിച്ച് അതിൻ്റെയൊക്കെ പുറകിൽ പോയതിനു ശേഷം അതിൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നെ പുറത്തു വരുമ്പോൾ അതിലെ നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ പുറത്തു വരുമ്പോൾ സാമ്പത്തിക താല്പര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോൾ പിന്നെ നടപടിക്രമങ്ങൾ വീഴ്ചകൾ മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടിരിക്കുന്ന സമയത്തൊക്കെ അതിന് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതിൽ കറുത്തൊന്നുമില്ല. ആ രീതിയിലല്ലല്ലോ. അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ കമന്റ് പറയാനില്ല. അതിനെ സംബന്ധിച്ച് കായിക വകുപ്പ് ഒരു റിപ്പോർട്ട് പിന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറി. ആ റിപ്പോർട്ട് അദ്ദേഹം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ആ റിപ്പോർട്ട് പരിശോധിച്ച് അതിനുശേഷം ഏത് രീതിയിലുള്ള അന്വേഷണമാണോ വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് തീരുമാനിച്ച് അറിയിക്കും. അല്ല, അത് വിമർശിക്കപ്പെടണം. അങ്ങനെ വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള നിയമം എന്ന് പറയുന്നത്. എൻ്റെ പേഴ്സണൽ സ്റ്റാഫിന് പ്രത്യേകിച്ച് ഭരണഘടനാപരമായ ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. അവർ കുറ്റം ചെയ്താൽ, അവർ തെറ്റ് ചെയ്താൽ, അവർ പിന്നെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണോ പിന്നെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് അതിനനുസരിച്ചുള്ള ഫൈൻ അവർ അടയ്ക്കേണ്ടതായിട്ട് വരും.
അതിൽ വിഭാഗത്തിൻ്റെ അടിസ്ഥാനമൊന്നുമില്ല. അതിപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ ആര് തന്നെ ലംഘിച്ചാലും അതിൽ നടപടി എടുക്കുക എന്നുള്ളതാണല്ലോ. ആ നടപടികൾ ആരും എടുത്തോട്ടെ. എന്താ ഈ വൈശാഖ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവെന്തോ തട്ടിപ്പ് നടത്തി തലശ്ശേരിയിലാണ്, അതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്തെന്നുള്ളതാണ്. അത് ശ്രദ്ധയിൽപ്പെടുന്നത്. എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ്? ആ കേസിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നു. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം റിമാൻഡിലാണ് എന്നുള്ള വാർത്ത അറിയാൻ വേണ്ടി സാധിച്ചു. സ്വാഭാവികമായി സംഘടനാപരമായി നിൽക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നു വരുമ്പോൾ എടുക്കേണ്ടതായ നടപടി സ്വാഭാവികമായി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നടപടി എടുക്കേണ്ടിയിരുന്ന അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് തന്നെയാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് തന്നെ ചുമതല വഹിക്കുന്ന അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് അനുവാദത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നടപടി എടുത്തിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. അടിമുടി മാറ്റം. പോലീസ് സ്റ്റേഷൻ ഭരണം ഓഗസ്റ്റ് 14 മുതൽ SI മാർക്ക്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പോലീസ് സ്റ്റേഷൻ ഭരണത്തിൽ സമഗ്രമാറ്റം നിലവിൽ വരും. സ്റ്റേഷൻ ഭരണം ഇന്നു മുതൽ SI മാർ ഏറ്റെടുക്കും. വളരെ പ്രധാനപ്പെട്ട 64 പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമായിരിക്കും ഇൻസ്പെക്ടർമാർ SHO മാരായി തുടരുക. പോലീസിനെ ജനകീയമാക്കാനുള്ള എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തലസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യും. കേരള പോലീസ് സംവിധാനത്തിൽ പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറ്റുന്ന കർമ്മ പദ്ധതിക്ക് നേതൃത്വം നൽകുകയാണ് സർക്കാർ എന്നും കേരള പോലീസിനെ സംബന്ധിച്ച് ചരിത്രപരമായ തീരുമാനമാണിതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നഗരമധ്യത്തിൽ കൊലപാതകം. തൃശൂർ നഗരത്തിൽ MO റോഡ് ജംഗ്ഷനിലെ സബ്വേയിൽ കൊലപാതകം. നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പേരറിയാത്ത ആളാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായ വലക്കാവ് സ്വദേശി ചെമ്പൻ ശരത്ത് പിടിയിൽ. തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്നും തൊഴിലാളി ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭാരതീയ മസ്ദൂർ സംഘം ഓഗസ്റ്റ് 17-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ചും ധരണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17-ന് രാവിലെ 10 മണിക്ക് ജില്ലാ കേന്ദ്രത്തിൽ തൊഴിലാളികൾ പങ്കെടുക്കുന്ന പ്രമുഖ കളക്ടറേറ്റിന് മുൻപിൽ C. ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സീതു തിരുവെങ്കിടം, പ്രസിഡന്റ് KV വിനോദ്, AC കൃഷ്ണൻ, MK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രെയിൻ തട്ടി പരിക്കേറ്റ് തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വദ്യമയസ്കനെ തിരിച്ചറിഞ്ഞില്ല. പ്രായം ഏകദേശം 40-നും 50-നും മധ്യേ. ഉയരം 168 സെന്റിമീറ്റർ. കറുപ്പ് നിറം, ഇടത്തരം ശരീരം, കറുത്ത നിറത്തിലുള്ള തലമുടി. ഇടതുകൈയിലെ പെരുവിരലിൽ നഖം നീട്ടി വളർത്തിയിട്ടുണ്ട്. ഈ വ്യക്തിയെക്കുറിച്ചോ ബന്ധുക്കളെക്കുറിച്ചോ ഏതെങ്കിലും വിവരം ലഭിക്കുന്നവർ തൃശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 9778617843, 9496217181. പോലീസ് കൺട്രോൾ റൂം നമ്പർ
112. മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ 35ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 18-ന് സെമിനാറും ക്വിസ് മത്സരവും നടത്തുമെന്ന് കെ വത്സരാജ് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗതാഗത മന്ത്രി CP ജോൺ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യും. 18-ന് രാവിലെ 10 മണിക്ക് ക്വിസ് മത്സരം കെ രാജൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരള വൈജ്ഞാനികം എന്ന വിഷയത്തിൽ നടത്തുന്ന മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ടി പ്രദീപ് കുമാർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. രാഷ്ട്രപതിയുടെ സേനാ മെഡലുകൾ പ്രഖ്യാപിച്ചു. 1057 പേർ പുരസ്കാരത്തിന് അർഹരായി. കേരളത്തിലെ 6 പോലീസുകാർക്ക് മെഡൽ. SP ശശിധരൻ ശങ്കരൻ, IG രാജ്പാൽ മീണ, SP ബിനു ആർ പിള്ള, SP G ഉജ്വൽ കുമാർ, DYSP VR രവികുമാർ, DYSP സുരേഷ് ബാബു, SI ജ്യോതിഷ് കുമാർ എന്നിവർക്ക് മെഡൽ. ഗുണമേന്മയുള്ള സുഗന്ധവ്യഞ്ജന ഉൽപാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പുത്തൻ വിപണന സാധ്യതകൾ എന്നിവ ലക്ഷ്യമിട്ട് കേരള കാർഷിക സർവകലാശാല ഗവേഷണ വിഭാഗം ഡയറക്ടറേറ്റിന്റെ കീഴിൽ സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചു. ഗുണമേന്മയുള്ള സുഗന്ധവ്യഞ്ജന ഉൽപാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, പുത്തൻ വിപണന സാധ്യതകൾ എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 13, 14 തീയതികളിലായി കേരള കാർഷിക സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ കർഷകർ, കാർഷിക ശാസ്ത്രജ്ഞർ, FBO പ്രതിനിധികൾ, വ്യവസായികൾ, കയറ്റുമതിക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കയറ്റുമതി വിപണികൾക്കായുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനവും ഗുണനിലവാര മാനദണ്ഡങ്ങളും, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലെ പുതിയ പ്രവണതകളും സാധ്യതകളും, കേരളത്തിലെ കറുവപ്പട്ടത്തോട്ടങ്ങളുടെ പുനരുജ്ജീവന സാധ്യതകളും വെല്ലുവിളികളും, സുഗന്ധവ്യഞ്ജന മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണന സാധ്യതകൾ, സുഗന്ധവ്യഞ്ജന മേഖലയിൽ ഉയർന്നുവരുന്ന വിപണന സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. സെമിനാറിന്റെ സമാപന യോഗം കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ T സജിത റാണി ഉദ്ഘാടനം ചെയ്തു. അടക്ക സുഗന്ധവിള വികസന ഡയറക്ടർ ഡോക്ടർ ഹോമി ചെറിയാൻ മുഖ്യപ്രഭാഷണവും പ്രൊജക്ട് കോർഡിനേറ്റർ AICRP സ്പൈസസ് IASR ഡോക്ടർ D പ്രസാദ് പ്രത്യേക പ്രഭാഷണവും നടത്തി. വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ബിനു P ബോണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ലത A സ്വാഗതവും നോഡൽ ഓഫീസർ MIDH ഡോക്ടർ ജലജ S മേനോൻ നന്ദിയും പ്രകാശിപ്പിച്ചു. സുഗന്ധവ്യഞ്ജന ഉൽപ്പാദനത്തിലെ ഗുണനിലവാരം ഉയർത്തുന്നതിനോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, കയറ്റുമതി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക,
കർഷകരെയും വ്യവസായ വിപണി സംവിധാനങ്ങളെയും കൂടുതൽ ശക്തമായി ബന്ധിപ്പിക്കുക എന്നിവയാണ് സെമിനാർ ലക്ഷ്യമിട്ടത്. സംസ്ഥാനതലത്തിൽ സുഗന്ധവിള കർഷക കൂട്ടായ്മയുമായി യോജിച്ചുകൊണ്ട് ഗുണമേന്മയുള്ള ഇനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള പങ്കാളിത്ത പദ്ധതികൾ നടത്തുന്നതിനും കാർഷിക സർവകലാശാല സജ്ജമാണെന്ന് കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ടി സജിത റാണി അറിയിച്ചു. ചേർപ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി സന്തോഷ് കുമാറും പാർട്ടിയും കൂടി പാറളം ചിറ റോഡിൽ നിന്ന് KL 45M 6765 എന്ന ഹോണ്ട ഡിയോ സ്കൂട്ടറിൽ 18 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്നതിനെ നന്ദിപ്പുലം ആറ്റപ്പിള്ളി കുന്നത്തുപറമ്പിൽ ജിതിൻ എന്നയാളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണത്തിൽ വാടക കൊടുത്ത വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് പണ്ടാരി വീട്ടിൽ രാധാകൃഷ്ണൻ ഭാര്യ പ്രേമവല്ലിയുടെ ഉടമസ്ഥതയിലുള്ള അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ വീടിന്റെ കിടപ്പുമുറിയിൽ നിന്നും 231.5 ലിറ്റർ വ്യാജമദ്യവും 88 ലിറ്റർ സ്പിരിറ്റും വ്യാജമദ്യം നിർമ്മിക്കുന്നതിനും ബോട്ടിൽ ചെയ്യുന്നതിനുമായുള്ള സാധന സാമഗ്രികൾ എടുക്കുകയും ചെയ്തു. തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ ഒരു വർഷത്തെ കോഴ്സിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേറ്റർ, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലാണ് ഏതാനും സീറ്റുകൾ ഒഴിവുള്ളത്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ 0478-2384-253 അല്ലെങ്കിൽ 9447. നെട്ടിശ്ശേരി കിഴക്കൂട്ടുമാരാത്ത് പാറുക്കുട്ടി മാരാസ്യർ നിര്യാതയായി. 86 വയസ്സായിരുന്നു. വാദ്യ കലാകാരന്മാരായ കിഴക്കൂട്ട് കുട്ടന്മാരാർ, ഭാസ്കരൻ മാരാർ, വിജേഷ് മാരാർ എന്നിവരുടെ അമ്മയും കിഴക്കൂട്ട് അനിയന്മാരാരുടെ സഹോദരിയുമാണ്. സംസ്കാരം ഓഗസ്റ്റ് 15 രാവിലെ 9 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വാട്ടർ അതോറിറ്റിയുടെ മുളയം പമ്പ് ഹൌസിന്റെ വാട്ടർ ടാങ്കിൽ കോളിഫോം ബാക്ടീരിയയുടെ നേരിയ സാന്നിധ്യമുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരളയുടെ 16-ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡ് കേരള സംഘടിപ്പിച്ചു. രാജ്യസ്നേഹവും ദേശീയ പതാകയോടുള്ള ആദരവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരംഗ ബൈക്ക് യാത്ര നടത്തി. ദേശീയപാത 544 വഴക്കുംപാറ മേൽപ്പാലത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് KM പൗലോസിന്റെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലെത്തി കളക്ടർ ശിഖ സുരേന്ദ്രനെ നേരിട്ട് കണ്ട് നിവേദനം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.